മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് മനോരമയ്ക്ക് അദ്ദേഹം ഒരു കൺവെൻഷനിൽ പറയുന്ന കാര്യങ്ങളൊന്നും വാർത്തയല്ല. വാർത്തയായി മൈക്ക് കുറച്ച് സമയം പണിമുടക്കി. ഉടനടി മനോരമ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെ നോക്കിയേ. മുഖ്യനും മൈക്കും വീണ്ടും. തിരുവല്ലയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറായി. കൂളായി കൈകാര്യം ചെയ്തു മുഖ്യമന്ത്രി. ഇത് ഒരു വാർത്തയാണോ? ഇതിലെന്തെങ്കിലും വാർത്താ പ്രാധാന്യമുണ്ടോ? ഇതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. സാങ്കേതികമായി സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രിയെ നാട്ടുകാരെ കൊണ്ട് കുറച്ച് പരിഹസിക്കാനും ട്രോളാനും പുലഭ്യം പറയാനുമുള്ള മനോരമയുടെ തന്ത്രമാണ്. ഇതേ നോക്കി. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്യു ടി തോമസ് തന്നെയാണ് LDFിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. മാത്യു ടി തോമസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു നിയമസഭയുടെ എസറ്റാണ് അദ്ദേഹം. ഇപ്പോൾ ശരിയായിട്ടില്ല എന്നാ തോന്നുന്നത്. ഇപ്പൊ ശരിയായോ? ഇല്ല. ഇപ്പോൾ സാധാരണ നിലയിൽ നിയമസഭയിലെ പെർഫോമൻസ് വെച്ചാൽ ഞങ്ങൾ ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും മാത്യു ടി തോമസിന്റെ ഊഴം വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തെ ശ്രദ്ധിക്കും. ഇതിലെന്ത് വാർത്താ പ്രാധാന്യമാണ് മനോരമ കണ്ടത്? മനോരമയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വ്യക്തിയെ നാട്ടുകാരെ കൊണ്ട് അധിക്ഷേപിക്കാനായിട്ട് അവർ മൈക്കിൽ തുടങ്ങി വെച്ച ഒരു പരമ്പരയുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡിലൂടെ അവർ ഉദ്ദേശിക്കുന്നതും അവർക്ക് കിട്ടുന്ന മനോസുഖം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധർക്ക് കുറച്ച് പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ഒരു വിഷയം ഇട്ട് കൊടുക്കുക. ആ വിഷയത്തിലൂടെ അദ്ദേഹത്തിന് നേരെ നടക്കുന്ന പരിഹാസങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ മനോരമയ്ക്കും ഒപ്പം തന്നെ മനോരമയെ ഫോളോ ചെയ്യുന്ന പിണറായി വിരുദ്ധർക്കുമുള്ള ഒരു മനസുഖം, അവർക്ക് മനസ്സിന് കുറച്ച് കൂൾ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടി. ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം. ഇതിനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്ത് ചെയ്തത്? മനോരമയോട് ഒരു നന്ദി പറഞ്ഞില്ലേ? ആ നന്ദി എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നത് ഇതിനുകൂടിയുള്ള ഉത്തരമാണ്. ആ നന്ദി ഇവിടെ ഒന്നുകൂടി പ്രസക്തമാവുകയാണ്. വളരെ നന്ദി. എല്ലാ ആശംസകളും. സിയും പറഞ്ഞതിലെ കതിരും പതിരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കട്ടെ. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആ ചിരിയിലുണ്ടല്ലോ. ശരി.